ഹലോ ഗായ്സ്, ഐ എം ശ്രീപ്രിയ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇവിടെയാണ് ഇതിന്റെ മെയിൻ ക്യാമ്പസ് ആയിട്ട് വരുന്നത്. എന്റെ ലെഫ്റ്റ് സൈഡിലാണ് ക്ലിനിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ബിൽഡിംഗ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബുഹാര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റിമുലേറ്റിംഗ് സെന്ററിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ സർജൻ ഹെഡ് ആയിട്ടുള്ള അലീഷ എന്ന് പറഞ്ഞിട്ടുള്ള സാർ നമുക്ക് കൂടുതലും ഇതിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലായിട്ട് വരുന്നത്. നമുക്ക് പുറത്തുനിന്നുള്ള ആർക്കും തന്നെ ഈ ഒരു ഹോസ്റ്റലോട്ട് എൻട്രൻസ് ഇല്ല. ആക്ച്വലി ഇവിടെ നമുക്ക് ഫേസ് സ്കാനർ വെച്ച് സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു എൻട്രി കൂടെ പോകാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ഹോസ്റ്റലൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഹോസ്റ്റലിൽ നമുക്ക് കേരള, എസ്പെഷ്യലി ഇന്ത്യൻ ഫുഡ് അല്ല, കേരള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളാണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇന്ന് കേരള ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും കൂടെ ഈ ഒരു യൂണിവേഴ്സിറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ് സ്റ്റുഡൻസിന്. യൂണിവേഴ്സിറ്റി അടുത്തുള്ള കേരള ഫുഡ് കിട്ടുന്നൊരു മെസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിവിടെ പപ്പടം, അച്ചാറൊക്കെ നമ്മൾ കുറേ ആയി ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കഴിച്ചിട്ടില്ല. ഫസ്റ്റ് നമ്മൾ കേരള ഫുഡ് ഇപ്പോൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. നമുക്കപ്പോൾ നോക്കാം. നമ്മളറിയാത്ത ഏത് കൺട്രി പോവുകയാണെങ്കിലും അവിടുത്തെ ഫുഡ് നമുക്ക് വലിയൊരു ചലഞ്ചാണ്. എസ്പെഷ്യലി നമുക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും ലോങ് ഇയേഴ്സ് അവിടെ നിൽക്കേണ്ട സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡുമായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് പൊരുത്തപ്പെട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് കേരള ഫുഡ് കിട്ടുന്ന മെസ്സാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഫുഡ് കിട്ടുന്ന ഒരു മെസ്സിലാണ്. ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ ഈ ഒരു ബുഹാറയിലുള്ള സ്റ്റുഡൻസ് ഏറ്റവും നല്ലൊരു എന്താ പറയുക ഫെസിലിറ്റിയാണ് കേരള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്റ്റൽ. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ക്ലിനിക്സ്. കുട്ടികൾക്ക് ക്ലിനിക്സ് ഒക്കെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഹോസ്പിറ്റലിലാണ്. അത് മാത്രമല്ല എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റിമുലേറ്റിംഗ് സെന്റർ വരുന്നത്. ആൻഡ് ഇവിടെയാണ് ഈ ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് 1200 കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അക്കോമഡേഷൻ. അതായത് 3 ഹോസ്റ്റൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ബുക്കാറയുടെ ന്യൂ ക്യാമ്പസ് ആണ്. ന്യൂ ക്യാമ്പസ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ കുട്ടികൾക്ക് റെസിഡൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒന്നിനു വേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യത്തിനാണെങ്കിലും പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഫുഡിൻ്റെ ക്യാൻറ്റീൻ പോലുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇന്ത്യയിൽ കുട്ടി എങ്ങനെയാണോ പഠിക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഈ ഒരു ക്യാമ്പസ് നമുക്ക് കുട്ടികൾക്കായിട്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.